കഥ തുടരുന്നു. പരശുറാമിൻ്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. ഒന്നും അറിയാത്തതുപോലെ അയാൾ അമ്പരപ്പ് ഭാവിച്ചു. എന്താടാ, വല്ല കുഴപ്പവും? അവൻ അമർത്തി മൂളി. നീയൊന്ന് തെളിച്ചു പറ. പറയാം, പിന്നീട്. ആദിശങ്കരനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയാൻ പോയ ലിജോയുടെ പിന്നാലെ ഡ്യൂട്ടി ഡോക്ടറും നേഴ്സും കടന്നു വന്നു. ആദി, താനിത് എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു ദിവസമെങ്കിലും ഇവിടെ കിടക്കാതെ? ഡോക്ടർ പൂർത്തിയാക്കും മുമ്പ് ആദി കൈ ഉയർത്തി. അതൊന്നും വേണ്ട ഡോക്ടറെ, ഇറങ്ങിയിട്ട് ഒരുപാട് പണിയുള്ളതാ. ഇനി എതിർത്തിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർക്കറിയാം. CI പരശുറാമും സംഘവും യാത്ര പറഞ്ഞു പോയതിനു പിന്നാലെ അവരും ആശുപത്രി വിട്ടു. കെട്ടിടത്തിന്റെ പുറത്തെത്തിയ ആദിശങ്കരൻ മിഴിച്ചു നിന്നുപോയി. കുമളിയിലെ ഡ്രൈവർമാരും കച്ചവടക്കാരും മറ്റുള്ളവരുമടക്കം ആശുപത്രി മുറ്റം നിറയെ ആളുകൾ. സെക്യൂരിറ്റിക്കാർ അവരെ അകത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആദിയെ കണ്ടതും അവർക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി. മുറ്റത്തേക്കിറങ്ങിയ അവനെ അവർ വളഞ്ഞു. എനിക്കൊന്നുമില്ല, അവൻ പറഞ്ഞു. ഒന്ന് വീണു, തലപൊട്ടി, അത്രമാത്രം. എന്താണോ ഉണ്ടായത്? ജീപ്പ് ഡ്രൈവർ സജനായിരുന്നു മുന്നിൽ. ഒന്നുമില്ലടാ, നീ ജീപ്പ് എടുക്ക്. ശരിയണ്ണ. അവനൊന്ന് നിർത്തിയിട്ട് ശബ്ദം താഴ്ത്തി. ജനങ്ങളാകെ ഭയന്നിരിക്കുകയാ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയവരെ തമിഴ്നാടിൻ്റെ ഗാർഡുകൾ വിരട്ടിയോടിച്ചു. വനത്തിലൂടെ ഒരു സംഘം മുല്ലപ്പെരിയാർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഈ സമയത്ത് അണ്ണനും ഈ അപകടം. ആദിയുടെ ഇമകൾ വല്ലാതൊന്നു വെട്ടി. നീ ജീപ്പ് കൊണ്ടുവാ. അവൻ പോയി ആളുകൾക്കിടയിലൂടെ ജീപ്പ് മെല്ലെ റിവേഴ്സിൽ കൊണ്ടുവന്നു. അതിനിടെ തനിക്കൊന്നുമില്ലെന്ന ഭാവത്തിൽ ആദി ജനങ്ങളെ കൈവീശി കാണിച്ചു. മൂവരും ജീപ്പിൽ കയറി. ജനങ്ങൾക്കിടയിലൂടെ അത് മുന്നോട്ട് നീങ്ങി. അകലെ പോലീസ് വാഹനത്തിലിരുന്ന പരശുറാം ഇത് കണ്ടു പല്ലിറുമി. ഒരാവശ്യം വന്നാൽ കുമളിക്കാർ മുഴുവൻ ഇവൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന് അയാൾക്ക് ബോധ്യമായി. ഇവനെ വീഴ്ത്തണമെങ്കിൽ ജനങ്ങൾ ഇവനെ വെറുക്കണം. ഇവൻ്റെ സൈന്യത്തിൻ്റെ വേരുകൾ ഓരോന്നായി അറുത്തുമാറ്റണം. ഇവൻ പറയുന്നവർക്കേ ആളുകൾ വോട്ട് ചെയ്യൂ എന്ന അവസ്ഥ പോലും ആയിട്ടുണ്ട്. നാട്ടുകാരുടെ ഏതാവശ്യത്തിനും ഇവൻ മുൻപിലുണ്ട്. മുത്തശ്ശി ആദ്യം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒറ്റയാൻ്റെ ഭാവമാണ് അവർ അവനിൽ കണ്ടത്. ജീപ്പ് കുമളിയിലെത്തി. വീട്ടിലേക്കല്ലേ അണ്ണാ? സാജൻ തലതിരിച്ചു. അല്ല, ലോവർ പെരിയാറിന് വിട്. സംഭവം നടന്ന ഭാഗത്തേക്ക് ചില കാര്യങ്ങൾ ഉറപ്പാക്കണം. അവൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് ലിജോയ്ക്കോ മുത്തശ്ശിക്കോ പിടികിട്ടിയില്ല. ജീപ്പ് തമിഴ്നാട് ബോർഡർ കടന്നു. ഇറച്ചിപ്പാലം മുതൽ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടു. വളരെ സാവധാനമാണ് അവ നീങ്ങുന്നത്. കപ്പാളയ്ക്കടുത്തെത്താൻ അരമണിക്കൂറോളം എടുത്തു. അവിടെ ജീപ്പ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. തമിഴ്നാട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. അവർ ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുകയാണ്. ഒരു കാര്യം ചെയ്യ് സാജ, നീയും മുത്തശ്ശിയും ലോവർ പെരിയാറിൽ പോയി ജീപ്പ് തിരിച്ചുകൊണ്ട് വാ. ഞാനും ലിജോയും ഇവിടെ ഇറങ്ങാം, ആദ്യ പറഞ്ഞു. പക്ഷേ മുത്തശ്ശി എതിർത്തു. അത് വേണ്ട, എനിക്കും ഇവിടെ ഇറങ്ങണം. സാജൻ ജീപ്പ് നിർത്തിക്കൊടുത്തു. മൂവരും ഇറങ്ങി. അവിടെയും ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. അവർക്കിടയിലൂടെ ആദിശങ്കരൻ റോഡിൻ്റെ വിളിമ്പിലേക്ക് മാറി താഴേക്ക് നോക്കി. വടം കെട്ടി കൊക്കയിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫയർഫോഴ്സുകാർ. ചതഞ്ഞുടഞ്ഞതുപോലെ തൻ്റെ ബൈക്ക് ചെങ്കുത്തായ ഭാഗത്ത് കുരുങ്ങിക്കിടക്കുന്നത് ആദി കണ്ടു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ തിരിഞ്ഞു. ലിജോയ്ക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവനൊന്നും ചോദിച്ചില്ല. മുത്തശ്ശി എന്തിയേടാ? ആദി ചോദിച്ചപ്പോഴാണ് ലിജോയും അത് ശ്രദ്ധിക്കുന്നത്. മുത്തശ്ശിയെ കാണാനില്ല. അവർ ചുറ്റും പരതി നോക്കി. ദാ! ലിജോ ആദിയുടെ തോളിൽ തൊട്ടു. അവനും കണ്ടു. കപ്പേളയിലെ കൈക്കാരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക മുത്തശ്ശി. മെല്ലെ കയറ്റം കയറി പോകുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഇരുവരും അപ്പുറം കടന്നു കപ്പേളയിലെത്തി. എന്താ മുത്തശ്ശി? ഇവൻ സർവ്വനേരവും ഇവിടെ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ വിവരം തിരക്കുമായിരുന്നു, അവർ പറഞ്ഞു. എന്നിട്ട്? ഇവനെല്ലാം കണ്ടു, നീ തന്നെ ചോദിക്ക്. ആദിയുടെ പുരികങ്ങൾ ഒന്ന് കൂട്ടിമുട്ടി. അവൻ കൈക്കാരനെ നോക്കി. മുനിയാണ്ടി, നീ എന്തൊക്കെ കണ്ടു? പക്ഷേ മറുപടി പറഞ്ഞത് മുത്തശ്ശി തന്നെയാണ്. നിന്നെ മനഃപൂർവ്വം ലോറി ഇടിപ്പിച്ചതാടാ. എന്നിട്ടത് കൊക്കയിലേക്ക് മറിയുന്നതിനിടയിൽ ഡ്രൈവർ ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ആദിയുടെ കണ്ണു തള്ളി. നേരാണോടാ മുനിയാണ്ടി? ആമാണ്ണ, മുനിയാണ്ടി തലയാട്ടി. മുത്തശ്ശിയെ സമ്മതിച്ചിരിക്കുന്നു. ലിജോ തൻ്റെ അത്ഭുതം മറച്ചു വെച്ചില്ല. അതു പിന്നെ ഞാനൊരു ഒന്നാന്തരം വേട്ടക്കാരൻ്റെ ഭാര്യയല്ലായിരുന്നടാ. അല്ലാതെ ഇവൻ്റെ ഒപ്പം ശേഖരനെ പോലെ അങ്ങേര് പേടിച്ച് തൂറിയല്ലായിരുന്നു. ഇവൻ്റെ മുത്തച്ഛനുണ്ടല്ലോ, ഒരു ഫർലോങ് ചുറ്റളവിൽ ഏതോ മൃഗമുണ്ടെന്ന് വരെ ചൂരുകൊണ്ട് തിരിച്ചറിയുമായിരുന്നു ഇവൻ്റെ അപ്പം കിഴങ്ങൻ. അതുകൊണ്ടല്ലേ രായ്ക്ക് രാമാനം ആ പെങ്കൊച്ചിനെയും തള്ളയും കൊണ്ട് നാട് വിട്ടുപോയത്. മുത്തശ്ശി ആദിയെ നോക്കി. അവൻ അതിന് മറുപടി പറഞ്ഞില്ല. അച്ഛനെയും അമ്മയെയും പെങ്ങളെയും കാണുന്നത് വർഷത്തിൽ 1-2 തവണ മാത്രമാണ്. അവർ എവിടെയാണെന്ന് തനിക്കും ലിജോയ്ക്കും മാത്രമേ അറിയൂ. സാജൻ്റെ ജീപ്പ് കോൺവോയ് പോലെ വന്നുകൊണ്ടിരുന്ന വാഹനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മൂവരും കൈക്കാരനോട് യാത്ര പറഞ്ഞിട്ട് ചെന്ന് ജീപ്പിൽ കയറി. അവർ കുമളിയിൽ മടങ്ങിയെത്തി. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. കുമളി ഗേറ്റ് ബാർ പിന്നിടുമ്പോൾ ആദി അവിടേക്കൊന്ന് എത്തി നോക്കി. മുത്തശ്ശിയെ, ഈ വേദന മാറാൻ ഞാൻ അങ്ങോട്ട് കയറി ഒരെണ്ണം പിടിപ്പിക്കട്ടെ?
വേണ്ടടാ, വീട്ടിലൊരു പൈൻ്റ് ഇരിപ്പില്ലേ, അത് മതി. മാധുരി അവനെ വിലക്കി. അത് ഞങ്ങൾക്ക് 3 പേർക്ക് മൂക്കിലൊഴിക്കാനല്ലേ ഉള്ളൂ. എന്നാലും ഇപ്പം വേണ്ട. റോസപ്പു കണ്ടത്ത് ആദിശങ്കറിന്റെ വീടിന് മുന്നിൽ ജീപ്പ് നിന്നു. നേരം സന്ധ്യയോടടുത്തിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ആദി റോഡ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. കേരള തമിഴ്നാട് ബോർഡറിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് തൂണുകൾക്കിടയിലൂടെ ചെക്ക് ഡാമിലെ ജോലിക്കാർ നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് കയറി. 2 മുറികളും അടുക്കളയും വരാന്തയുമുള്ള കൊച്ചു വീട്. ലിജോയേ, നീ ഗ്ലാസ് എടുത്ത് വയ്ക്കടാ, അകത്തേക്ക് കയറിയതേ ആദി പറഞ്ഞു. പരുന്തി ലിജോ അടുക്കളയിൽ പോയി 3 ഗ്ലാസുകളും ഒരു സ്റ്റീൽ മൊന്തയും വെള്ളവും എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും അലമാരയിൽ നിന്ന് മാതൃ മുത്തശ്ശി ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഒരു പൈൻറ്റ് മദ്യം കൂടി എടുത്തു വെച്ചു. ആദ്യം കുപ്പിയെടുത്ത് കോഴിയുടെ കഴുത്ത് പിരിക്കുന്നത് പോലെ തിരിച്ച് അടപ്പ് തുറന്നു. 3 ഗ്ലാസുകളിലേക്ക് സാജൻ മദ്യം പകർന്ന് അതിൽ വെള്ളമൊഴിച്ചു. ചിയേഴ്സ് പറഞ്ഞ് മൂവരും ഗ്ലാസ് ഉയർത്തി. അപ്പോഴേക്കും ആദിശങ്കറിന്റെ അപകടത്തെക്കുറിച്ചറിയാൻ അയൽക്കാരൊക്കെ എത്തിത്തുടങ്ങി. എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെണ്ണ. സാജൻ ചുണ്ടു തുറച്ചുകൊണ്ട് എഴുന്നേറ്റു. ശരിയടാ. ആദ്യം എഴുന്നേറ്റ് കിടക്കയിലേക്ക് ചാഞ്ഞു. ലിജോയും യാത്ര പറഞ്ഞു. മുത്തശ്ശി അയൽക്കാരോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ആദ്യം കണ്ണടച്ചു. ഭയങ്കര ക്ഷീണം. ഇരുളിലൂടെ ഓടുകയാണ് ആ പെൺകുട്ടി. പിന്നാലെ 4-5 പേർ അട്ടഹാസത്തോടെ. പെൺകുട്ടി വിലപിക്കുന്നു, രക്ഷയ്ക്കായി കേഴുന്നു. പക്ഷേ അടുത്തെങ്ങും ആരുമില്ല. ഓടുന്ന പെൺകുട്ടിയുടെയോ ഓടിക്കുന്നവരുടെയോ മുഖങ്ങൾ വ്യക്തമല്ല. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അതിനിടെ ഭൂമിയെ നെടുകെ പിളർത്തുന്നത് പോലൊരു മിന്നൽ. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടു. ഭദ്ര. ഭദ്രേ! ഒറ്റ അലർച്ചയായിരുന്നു ആദിശങ്കരൻ. എന്താടാ? മുത്തശ്ശി ഓടിയെത്തി. അവൻ അവരെ തുറച്ചു നോക്കി. പിന്നെ ചുറ്റുപാടും. നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. മുറ്റം നിറയെ കോടമഞ്ഞ്. എന്താടാ? മുത്തശ്ശി വീണ്ടും തിരക്കി. ഞാനൊരു സ്വപ്നം കണ്ടു മുത്തശ്ശി. ഭദ്രമോളെ. എങ്ങനെ കാണാതിരിക്കും? എത്ര കാലമായിടാ നമ്മൾ അവളെയൊന്ന് കണ്ടിട്ട്. പോരെങ്കിൽ ആ നെട്ടിട്ടില്ലാത്ത നിന്റെ അപ്പൻ്റെ കൂടല്ലേ അവള്. ഒരവസരം കിട്ടിയാലുടൻ അച്ഛനെ പഴിച്ചേക്കണം, മറക്കരുത്. ഓ, ഞാനൊന്നും പറയുന്നില്ല. എന്തോ പിറുപിറുത്തുകൊണ്ട് മാധുരി തിരിച്ചു നടന്നു. ആദിക്ക് വല്ലായ്മ തോന്നി. ഭദ്രയ്ക്ക് എന്തെങ്കിലും അപകടം? അവളെയൊന്ന് വിളിക്കാൻ കൈനീട്ടി അവൻ സെൽഫോൺ എടുത്തു. പക്ഷേ അടുത്ത നിമിഷം അത് വേണ്ടെന്ന് വെച്ചു. അങ്ങോട്ട് വിളിച്ചാൽ ഒരുപക്ഷെ താനറിയാതെ ശത്രുക്കൾ അച്ഛനെ കണ്ടെത്തിയാലോ? തൻ്റെ ഫോൺ അവരുടെ നിരീക്ഷണത്തിലായിരിക്കും, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഭദ്രമോൾ ഇപ്പോൾ എന്തെടുക്കുകയാവും? അവൻ കണ്ണടച്ചു കിടന്നു. കന്യാകുമാരി ജില്ലയിലെ തോവാള പൂക്കൾക്ക് പേരുകേട്ട സ്ഥലം. നേരം നന്നായി പുലർന്നിരിക്കുന്നു. കേരളത്തിന് ഏറ്റവും കൂടുതൽ പൂവ് വിൽക്കുന്ന തോവാള ചന്തയിലേക്ക് ആളുകൾ പൂക്കളുമായി വന്നു തുടങ്ങി. ചിലർ വാഹനങ്ങളിൽ, ചിലർ തലച്ചുമടായി. ചന്തയിൽ പൂക്കളുടെ കൂമ്പാരങ്ങൾ ഉയർന്നു. പിച്ചി, റോസ, മുല്ല, അരളി, ജമന്തി, വാടാമല്ലി, താമര എല്ലാമുണ്ട്. പൂക്കച്ചവടക്കാരുടെ ഏജന്റുമാർ അങ്ങിങ്ങും നിൽപ്പുണ്ട്. ലേലം വിളി തുടങ്ങിയിട്ടില്ല. ചന്തയ്ക്ക് വടക്കുപുറത്തെ പാറപ്പുറത്ത് മുരുകൻ കോവിലുണ്ട്. അതിൻ്റെ താഴികക്കുടം വെയിലേറ്റ് വെട്ടിത്തിളങ്ങി. അവിടെ നിന്ന് ഒരു തമിഴ് ഭക്തിഗാനത്തിൻ്റെ ഈരടികൾ താഴേക്ക് അലയടിച്ചു വന്നു. ചന്തയ്ക്കുള്ളിലെ വടക്കോട്ട് ദർശനമുള്ള മുത്താരമ്മൻ കോവിലിൽ മണിയൊച്ച കേട്ടു. അതോടെ കലപില സംസാരിച്ച് നിന്നിരുന്നവരുടെ ശ്രദ്ധ അവിടേക്കായി. ചന്തയിലെത്തുന്ന പൂക്കൃഷിക്കാർ മുത്താരമ്മനുള്ള പൂക്കൾ എന്നും വഴിപാടായി കൊടുക്കുകയാണ്. അമ്മനാണ് തങ്ങളുടെ പൂക്കൃഷിയെ സംരക്ഷിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. കാണുന്നില്ലല്ലോ? ഓരോ മുഖത്തും ജിജ്ഞാസ. പെട്ടെന്ന് ക്ഷേത്രത്തിൻ്റെ പുറംവാതിൽക്കൽ ഒരു പെൺരൂപം പ്രത്യക്ഷപ്പെട്ടു. ഭദ്ര. ശ്രീ പാർവതി ദേവിയുടെ അവതാരം പോലെ ഒരു യുവതി. നെറ്റിയിൽ വലിയൊരു സിന്ദൂരപ്പെട്ട്. ചുവപ്പ് ചാലയും പച്ച ബ്ലൗസും പാവാടയും അണിഞ്ഞിരിക്കുന്നു. പച്ചക്കല്ല് പതിച്ച അവളുടെ മൂക്കുത്തി വെയിൽ നാളത്തിൽ വെട്ടിത്തിളങ്ങി. പഴുത്ത ഓറഞ്ചിൻ്റെ നിറമാണ് അവൾക്ക്. ചുവന്ന ചുണ്ടുകൾ, എള്ളിൻ പൂ പോലെയുള്ള മൂക്ക്, രത്നത്തിളക്കമുള്ള കണ്ണുകൾ. ഭദ്രയുടെ കയ്യിൽ ഒരു പൂത്താലം ഉണ്ടായിരുന്നു. കോവിലിൻ്റെ പുറംവാതിൽ കടന്നതും അവൾ തിരിഞ്ഞ് അകത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ചു. തിരയടിക്കുന്നത് പോലെ അവളുടെ നീണ്ട കാർക്കൂന്തൽ ഇളകി. നേർത്ത മന്ദഹാസത്തോടെ ഭദ്ര താമരപ്പൂക്കൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്തേക്ക് നടക്കുമ്പോൾ ആളുകൾ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റിയില്ല. പെട്ടെന്ന് ഷൂസ് അണിഞ്ഞ ഒരു കാൽ മിന്നൽ പോലെ മേലേക്കുയർന്നു. അവളുടെ കയ്യിലിരുന്ന പൂത്താലത്തെ അത് തട്ടിത്തെറിപ്പിച്ചു. മേലേക്കുയർന്ന താലത്തിൽ നിന്ന് പൂക്കൾ ചിതറി വീണു. വലിയൊരു ശബ്ദത്തോടെ താലവും നിലത്ത് വീണു പിടഞ്ഞു. ആളുകൾ കിടുങ്ങിപ്പോയി. ഭദ്രയും. ആളുകൾ മുന്നോട്ട് കുതിക്കാൻ ഭാവിച്ചതാണ്. പക്ഷേ തൊട്ടുമുന്നിൽ പൊടുന്നനെയൊരു അദൃശ്യഭിത്തി ഉയർന്നതുപോലെ അവർ നിന്നുപോയി. ഭദ്രയ്ക്കരികിൽ അയാൾ. മരുത്. അങ്ങിങ്ങു കീറിയ മഞ്ഞ ജീൻസും നീല ടീഷർട്ടും ധരിച്ച ദീർഘകായൻ. ക്ലീൻ ഷേവ് ചെയ്ത മുഖം, നീണ്ട തലമുടി, ഉരുക്കുപോലെ തോന്നിക്കുന്ന കൈകൾ. ഉടുമ്പ് മരുതെന്നാണ് അവൻ്റെ വിളിപ്പേര്. ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ അതിൽ നിന്ന് അവൻ പിന്നോട്ട് മാറില്ല. കാളപ്പോരിൽ കാളയെ അടിയറവ് പറയിച്ചിട്ടുള്ളവനാണ്. മരുതെന്ന ഇങ്കേ. ചന്തയിലെ പ്രായം ചെന്ന പൂക്കൃഷിക്കാരൻ ദൊരൈസ്വാമി പിറുപിറുത്തു. ആളുകൾ പരസ്പരം നോക്കി. ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതുപോലെയാണ് മരുത് പ്രത്യക്ഷപ്പെട്ടത്. അതുവരെ ഈ പരിസരത്തേ ഉണ്ടായിരുന്നില്ല.
പെട്ടെന്ന് നാഗർകോവിൽ ഭാഗത്തു നിന്ന് വന്ന മൂടിയില്ലാത്ത ഒരു ജീപ്പ് ചന്തയിലേക്ക് വെട്ടിത്തിരിഞ്ഞു. തിര വീശി വന്നതുപോലെ ഒരു പൂക്കുനയ്ക്ക് മുന്നിൽ അത് ബ്രേക്കിട്ടു. ജീപ്പിൽ നിന്ന് 4-5 പേർ ചാടിയിറങ്ങി മരുതിൻ്റെ പിന്നിലെത്തി. ആദ്യമേറ്റ നടുക്കത്തിൽ നിന്ന് മോചിതയാവുകയായിരുന്നു ഭദ്ര. ചിതറിയ പൂക്കളിലേക്കും മരുതിൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. സങ്കടവും രോഷവും അപമാനഭാരവും അവളുടെ മുഖത്ത് തളം കെട്ടി. കണ്ണുകളിൽ 2 തീപ്പൊട്ടുകൾ മിന്നി. ചുണ്ടുകൾ വിറച്ചു. എന്നടി പാക്രാൻ, പിടിക്കില്ലയാ? മരുത് അവളിൽ നിന്ന് ദൃഷ്ടികൾ മാറ്റാതെ കുറച്ച് പുകയിലയെടുത്ത് ചുരുട്ടി ഇടത്തെ അണയിലേക്ക് വച്ചു. പിന്നെ പൊടി തട്ടിക്കളഞ്ഞു. നീ നീ ഭദ്രയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അവൾ കുനിഞ്ഞ് ചെരിപ്പൂരി. ആളുകൾ കിടുങ്ങിപ്പോയി. ഇനി ഒറ്റ പെണ്ണിനോട് നീ ഇങ്ങനെ പെരുമാറരുത്. ചീറിക്കൊണ്ട് അവൾ ചെരുപ്പ് വീശി. അയാളുടെ കരണത്തടിച്ചു. പക്ഷേ ഒരു പൂ പിടിക്കുന്ന ലാഘവത്തോടെ അയാൾ അവളുടെ കൈ പിടിച്ചു. വിടടാ. ഭദ്ര കുതറി. നേർത്ത ഒരു ചിരിയോടെ, ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അയാൾ അവളെ നോക്കി നിന്നു. എന്നടി നീ അധികാരം പണ്ട്രിയാ? അയാളുടെ കയ്യിൽ അവളുടെ കൈത്തണ്ട ഞെരിഞ്ഞു. തൻ്റെ അസ്ഥി ഒടിയുമെന്ന് തോന്നി ഭദ്രയ്ക്ക്. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. വിരലുകൾ അയഞ്ഞു. ചെരുപ്പ് പിടിവിട്ടു. താഴെ വീണു. മരുത് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഭദ്ര മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഉന്നുടയെ ഇന്ത സുന്ദരമാന ഉടമ്പ് എൻ കൈക്കുള്ളയെ വന്ന് പിടിക്കും. ഉൻ ഉടമ്പിലെ ഒട്ടു തുണിയില്ലാമേൽ ആക്കിടുവേൽ. അയാൾ അവളുടെ നെഞ്ചിലേക്ക് നോക്കി. പെട്ടെന്ന് താൻ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ ഭദ്രയ്ക്ക് തോന്നി. എല്ലാവരെയും നോക്കി മരുത് ഉച്ചത്തിൽ കൽപ്പിച്ചു. ഇവിളിർക്കേ ഇന്ത മലയാളത്തുകാരി തന്ത ചന്തയിൽ കാലുകുത്തക്കൂടാതെന്ന് നേരത്തെ ചൊല്ലിയിർക്ക്. അപ്പടി ഇരുന്നതും ഇവ കേക്കലെ. അതിനാലേ ഉങ്കക്കിട്ടയും കൂടിത്താൻ ചൊല്ലേൻ. ഇവക്കിട്ട് പൂ വാങ്ങിയിരുന്നാലും ശരി, ലേലം എടുത്താലും ശരി, അവനുടെ കൈക്കലാക്കാണ പോയിടും. ആരും അനങ്ങിയില്ല. ചന്തയിൽ നെല്ലിയില വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. കഷ്ടം. ദൊരൈസ്വാമി തലകുനിച്ചു. ഭദ്രയെയും കൊണ്ട് മരുത് മുന്നോട്ട് നീങ്ങി. അവൾ കുതറിക്കൊണ്ടിരുന്നു. താമരമുട്ടുകൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്തെത്തിയപ്പോൾ മരുത് തിരിഞ്ഞു. തൻ്റെ അനുയായികളെ നോക്കി. ഡേയ്, ഇന്ത പൂവെല്ലാം തൂക്കി അങ്ങ് പോടടാ. മൂടിയില്ലാത്ത ജീപ്പിൽ വന്നവർ അട്ടഹാസത്തോടെ താമരമുട്ടുകൾ വാരി 4 പാടും എറിഞ്ഞു. അത് കണ്ട് മരുത് അലറിച്ചിരിച്ചു. ഭദ്രയ്ക്ക് നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി. മരുതിൻ്റെ അടിയിലും കുറേ താമരമുട്ടുകൾ ചതഞ്ഞറിഞ്ഞു. അവസാനം ഒരു അന്ത്യശാസനം പോലെ മരുതിൻ്റെ വാക്കുകൾ ചന്തയിൽ മുഴങ്ങി. ഇവ ചന്തയ്ക്ക് വരികിറ കടേശി നാളിത്. അതിനാലേ ഇവ മറക്ക മുടിയാതെ അവൾക്ക് ഒരു സമ്മാനം കൊടുക്ക പോറേ. ജനം ശ്വാസമടക്കി. ഇവൻ എന്തിനുള്ള പുറപ്പാടാണ്? മരുത് ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. മറുകൈകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കവിളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. ജനം കണ്ണുകൾ അടച്ചു കളഞ്ഞു. പെട്ടെന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. രാക്കമ്മ. കളീക്കാവിള സ്വദേശിയാണവർ. ഒരു തമിഴിനെ വിവാഹം ചെയ്തു തോവാളയിലെത്തിയതാണ്. വിടടാ അവളെ. തേവടിയാമാനെ. രാക്കമ്മ കഴിച്ചോണ്ടി. മരുത് വെട്ടിത്തിരിഞ്ഞു. പിന്നെ കൈവീശി ഒറ്റയടി. രാക്കമ്മ ഒരു വിലാപത്തോടെ പിച്ചിപ്പൂവിൻ്റെ കൂനയിലേക്ക് മറിഞ്ഞു. പൂവ് താഴപ്പായിൽ ചിതറി. മരുതിക്കിട്ടെ ആജ്ഞാപിക്കിറിയാ? എങ്കിട്ട ആജ്ഞാപിച്ചാ ഓൻ കൊടലേ എടുത്തിടുവേ. അയാൾ ഭദ്രയിലെ പിടിവിട്ടു. അവൾ നിലത്തേക്ക് ഊർന്നു. പിന്നെ കാലുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. അപമാനവും സങ്കടവും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മരുത് പുച്ഛഭാവത്തിൽ അവളെയൊന്ന് നോക്കിയിട്ട് അനുയായികൾക്ക് നേരെ തിരിഞ്ഞു. വാങ്കല, പോവാം. കാളക്കൂറ്റിനെ പോലെ മരുത് മുന്നിൽ നടന്നു. മറ്റുള്ളവർ പിന്നാലെയും. ജനം വഴിയൊഴിഞ്ഞു കൊടുത്തു. ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലിരുന്ന് മരുത് സ്വിച്ച് കീ തിരിച്ചു. ഒരു കൂനപ്പുക പുറത്തേക്ക് തള്ളിക്കൊണ്ട് ജീപ്പ് സ്റ്റാർട്ടായി. അനുയായികൾ ചാടിക്കയറിയതോടെ ഒരു പൂക്കുനയെ വട്ടം ചുറ്റി ജീപ്പ് റോഡിലേക്ക് പറന്നു. രാക്കമ്മ വല്ലവിധേനയും എഴുന്നേറ്റു. മുടിയിലും മുഖത്തും പറ്റിയ പൂമുട്ടുകൾ തൂത്തെറിഞ്ഞുകൊണ്ട് അവൾ ഭദ്രയുടെ അടുത്തെത്തി. മോളെ. അവർ അവളുടെ തോളിൽ തൊട്ടു. ഭർത്താവ് മരിച്ചുപോയ രാക്കമ്മയ്ക്ക് മക്കളുമില്ല. ഭദ്ര അവർക്ക് മകളെ പോലെയാണ്. സങ്കടത്തോടെ ഭദ്ര മുഖമായി. നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് ഗവർണറോട് വിവരം പറയാം. പിന്നെ മരുതിവിടെ വിളയാടത്തില്ല, അവർ ആശ്വസിപ്പിച്ചു. ഭദ്ര അപ്പോഴും മിണ്ടിയില്ല. സിന്ദൂരപ്പൊട്ട് അവളുടെ നെറ്റിയാകെ പടർന്നിരുന്നു. ചന്ത ശാന്തമായി. ആളുകൾ ഭദ്രയ്ക്കും രാക്കമ്മയ്ക്കും ചുറ്റും കൂടി. രാക്കമ്മ അവർക്ക് നേരെ ചീറി. ഒരു പെണ്ണിനെ അപമാനിക്കുന്നത് നോക്കി നിന്ന ശവങ്ങളെ, നീയൊക്കെ ആണാണോടാ? ഇക്കണക്കിന് നിന്റെയൊക്കെ ഭാര്യയുടെയോ അമ്മയുടെയോ ഉടുത്തുണി അവൻ വലിച്ചുരിഞ്ഞാലും നീയൊന്നും മിണ്ടത്തില്ലല്ലോടാ. ആർക്കും മറുപടിയില്ലായിരുന്നു. ഇവിടെ ഒന്ന് മൂളിയാൽ പോലും അത് മരുതിൻ്റെ കാതിലെത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. വാമോളെ. രാക്കമ്മ സ്നേഹത്തോടെ ഭദ്രയുടെ കൈപ്പിടിച്ച് ചന്തയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും പിന്നിൽ ലേലം വിളി തുടങ്ങിയിരുന്നു. അരളി 40, അരളി 40. ചിതറിക്കിടക്കുന്ന താമരമുട്ടുകൾ കണ്ടപ്പോൾ ഭദ്രയുടെ ഹൃദയം പിന്നെയും വിങ്ങി. ഓട്ടോയിലാണ് ഭദ്രയും രാക്കമ്മയും അവളുടെ വീട്ടിലേക്ക് പോയത്.
റോഡിനിരുവശത്തും തുളസിത്തോട്ടം, അകലെ കുലച്ചു നിൽക്കുന്ന തെങ്ങുകൾക്കുമീതെ കറങ്ങുന്ന കാറ്റടി യന്ത്രങ്ങൾ. അവ നൂറുകണക്കിനുണ്ട്. തുളസിത്തോട്ടം കഴിഞ്ഞപ്പോൾ ബന്ദികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പാടമായി. അതിനു നടുവിലൂടെ ഓട്ടോ പൊടി പറത്തിക്കൊണ്ട് ഒരു വീടിന് മുന്നിൽ ചെന്നു നിന്നു. ഓടുപാകിയ വീട്, മൺചുവരുകൾ. ഇരുവരും ഓട്ടോയിൽ നിന്നിറങ്ങി. രാക്കമ്മ പണം നൽകി ഓട്ടോ തിരിച്ചയച്ചു. തിണ്ണയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ശേഖരൻ. സുഗന്ധി മുറ്റമടിക്കുകയായിരുന്നു. ഭദ്ര ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അരുതാത്തതെന്തോ നടന്നെന്ന് ഇരുവർക്കും ഉറപ്പായി കഴിഞ്ഞു. എന്തുപറ്റി മോളെ? സുഗന്ധി ചൂൽ തെങ്ങിൻ ചുവട്ടിലിട്ട് വേഗം മകളുടെ അടുത്തേക്ക് വന്നു. ചേലയുടെ അഗ്രം ഉയർത്തി കടിച്ചു പിടിച്ചുകൊണ്ട് ഭദ്ര അകത്തേക്ക് ഓടി. ശേഖരനോടും സുഗന്ധിയോടും കാര്യങ്ങൾ വിശദീകരിച്ചത് രാക്കമ്മയാണ്. ആ തെമ്മാടി മരുത്ത് അവനോട് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ശേഖരനും സുഗന്ധിയും കിടുങ്ങി. സുഗന്ധി വേഗം ഉള്ളിലേക്ക് ചെന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങുകയായിരുന്നു ഭദ്ര. അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോളെ, സുഗന്ധി മകളുടെ തോളിൽ കൈവച്ചു. അവൾ ആ കൈ തട്ടിമാറ്റി. മോളെ, സുഗന്ധി വീണ്ടും വിളിച്ചു. ഭദ്ര എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ എഴുന്നേറ്റിരുന്നു. പിന്നെ ചേലത്തുമ്പുയർത്തി കണ്ണുകളൊപ്പി. പെട്ടെന്ന് അവളുടെ മുഖം കല്ലിച്ചതുപോലെയായി. ആ ഭാവമാറ്റം കണ്ട് സുഗന്ധി ഒന്ന് നടുങ്ങി. ഭദ്ര സുഗന്ധിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കടിച്ചമർത്തിയ പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരഞ്ഞു വാക്കുകൾ പുറത്തു ചാടി. എന്നെ തൊട്ട ആ ജന്തു ഉണ്ടല്ലോ, അവനിനി കൈകളുണ്ടാവില്ല. വാതിൽക്കൽ നിന്നാണ് ഞെട്ടൽ പോലെ ആ ശബ്ദം കേട്ടത്. ഇരുവരും തിരിഞ്ഞു നോക്കി. ശേഖരൻ. മോളെ നീ. ശേഖരൻ എന്തോ പറയാനാഞ്ഞു. വേണ്ടച്ചാ, അവൾ വിലക്കി. അച്ഛൻ പറഞ്ഞത് കേട്ട് ഇത്രയും നാൾ ഒന്നിനും ഞാൻ പോയില്ല. പക്ഷേ ഇനി. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. ഏട്ടനെ വിളിച്ച് വിവരം പറയാൻ പോവുകയാ ഞാൻ. മോളെ. ശേഖരനും സുഗന്ധിയും ഒന്നിച്ചാണ് വിളിച്ചത്. അതെ, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തും തീരുമാനിക്കാം. ഒന്നുകിൽ ഞാൻ ആ കൗണ്ടറുടെ മകൻ്റെ വെപ്പാട്ടിയായി കഴിയാം, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാം. എന്തു വേണം? ഇരുവർക്കും മറുപടിയില്ലായിരുന്നു. ഭദ്ര പിന്നെയും സംസാരിച്ചു. മുത്തശ്ശി പറയുന്നത് നേരാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അച്ഛൻ കഴിവുകെട്ടവൻ തന്നെയാ. എന്താണ് നീ പറഞ്ഞത്? സുഗന്ധിക്കത് സഹിച്ചില്ല. അവർ കൈവീശി മകളുടെ കരണത്തൊന്ന് കൊടുത്തു. പക്ഷേ ഭദ്രയുടെ കലി അടങ്ങിയില്ല. അല്ലെങ്കിൽ അച്ഛൻ തന്നെ പറ. ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതല്ലേ ആ ദുഷ്ടൻ? അപ്പോൾ അയാളുടെ കാല് പിടിക്കാതെ മുഖത്ത് നോക്കി നാലുവക്ക് പറയുകയല്ലേ വേണ്ടിയിരുന്നത്? അങ്ങനെ ചെയ്തിരുന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഭദ്രേ. ശേഖരന്റെ വാക്കുകളിൽ വിഷമം തിങ്ങി. ഗൗഡറെ എതിർത്ത് നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റില്ല മോളെ. അയാളിൽ നിന്ന് പാറമട പാട്ടത്തിനെടുത്തല്ലേ നമ്മൾ താമര കൃഷി ചെയ്യുന്നത്. അതിനെന്താ, കൃത്യമായിട്ട് നമ്മൾ പാട്ടം കൊടുക്കുന്നില്ലേ? ഇനി എന്തു പറയണമെന്നറിയാതെ ശേഖരൻ കുഴങ്ങി. എങ്കിലും തുടർന്നു. ഞാൻ ഗൗഡറെ ഒന്ന് കാണാം. ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവാങ്ങാം. അല്ലെങ്കിൽ നമുക്കിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. പരാജയപ്പെട്ട് ഓടി ഓടി നമുക്ക് പാർക്കാൻ പിന്നെ ഭൂമി കാണത്തില്ലച്ചാ. ഭദ്രയുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു. ഇങ്ങനെ തോറ്റോടുന്നതിനേക്കാൾ നല്ലത് പൊരുതി മരിക്കുന്നത് തന്നെയാ. സുഗന്ധി മകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തവണ കൂടി മോള് പോർക്ക്. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് വേണ്ടത് ചെയ്യാം. ഭദ്ര മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ ഭിത്തിയിലെ ഏതോ ഒരു ബിന്ദുവിൽ മുട്ടി നിന്നു. വൈകിട്ട് 5 മണി. കുമളി ബസ് സ്റ്റാൻഡിൽ മുല്ലപ്പെരിയാറിന്റെ പേരിലുള്ള പ്രതിഷേധ യോഗം നടക്കുകയായിരുന്നു. വണ്ടിപ്പെരിയാർ മുതൽ ഇങ്ങോട്ടുള്ള ജനങ്ങൾ യോഗത്തിൽ പങ്കുചേർന്നു. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഗാന്ധിയനും സമരസമിതി പ്രസിഡന്റുമായ കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, മുല്ലപ്പെരിയാർ പോലെ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന വെടിമരുന്നാണ് നമ്മുടെ നെഞ്ചിലുമുള്ളത്. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികൾ അത് തിരിച്ചറിയുന്നില്ല. 2000-ഓളം ദിവസമായി നടക്കുന്ന ഈ സമരത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം തമിഴ്നാടുമായി ചർച്ച നടത്താം എന്ന പേരിലുള്ള പ്രഹസനമാണ് നാം കാണുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. അവർക്ക് വെള്ളം കൊടുക്കില്ലെന്ന് നാം പറയുകയില്ല. പക്ഷേ പുതിയ ഒരണക്കെട്ട്, അതാണ് നമ്മുടെ സ്വപ്നം. അത് നമുക്ക് വേണം. കുമാരൻ്റെ തുടർന്നുള്ള വാക്കുകൾ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ആദിശങ്കരനും ലിജോയുമെല്ലാം യോഗസ്ഥലത്തുണ്ടായിരുന്നു. ഈ പ്രസംഗം കൊണ്ട് ഒരു കാര്യവുമില്ല, ആദി പറഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പിടിച്ചുകെട്ടി മുല്ലപ്പെരിയാർ അണക്കെട്ടിന് മീതെ കൊണ്ട് നിർത്തണം. അപ്പോഴറിയാം അവർക്ക് ഭീതിയുണ്ടോയെന്ന്. സമ്മേളനം കഴിഞ്ഞപ്പോൾ 8 മണിയോടടുത്തിരുന്നു. സാജൻ ആദിയുടെ അടുത്തേക്ക് വന്നു. അണ്ണന് എവിടെയോ പോകണമെന്ന് പറഞ്ഞല്ലോ. ആ, പോയേക്കാം. ലിജോയെയും കൂട്ടി ആദി ജീപ്പിൽ കയറി. രാത്രി 9 ആയപ്പോൾ ആ ജീപ്പ് വണ്ടിപ്പെരിയാറിലെത്തി. മെയിൻ റോഡിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ ഗേറ്റ് വഴി അത് അകത്തേക്ക് കയറി ബ്രേക്കിട്ടു. ആദിശങ്കരൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ലിജോയും സാജനും അതിൽ തന്നെ ഇരുന്നതേയുള്ളൂ. മുറ്റത്ത് വളർന്നു നിൽക്കുന്ന ചെടികളെ ആദി സ്നേഹത്തോടെ നോക്കി. ഒക്കെ ജുവലിൻ്റെ വകയാണ്. ആദി കുനിഞ്ഞ് ഒരു റോസാപ്പൂ മണത്ത് നോക്കി. അതിന് ജുവലിൻ്റെ ഗന്ധമാണെന്ന് അവന് തോന്നി. വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇരിക്കടാ, അവനെ കണ്ട് സുരേന്ദ്രനാഥ് പറഞ്ഞു. എങ്ങനെയുണ്ട് മോനെ? കനകൻ തിരക്കി. ഇതൊക്കെ ഒരു അപകടമാണോ ആൻറ്റി? സാരമില്ലെന്നേ. ഇരിക്കുന്നതിനിടയിൽ അവൻ ചിരിച്ചു. പിന്നെ തലയിലെ കെട്ടിലൊന്ന് വിരലോടിച്ചു.
എന്തു പറഞ്ഞാലും അവന് വേദനയുണ്ടെന്ന് ജുവലിന് തോന്നി. പുറത്ത് ഭാവിക്കുന്നില്ലെന്നേയുള്ളൂ. അവൾ കനകത്തിൻ്റെ പിന്നിൽ ചെന്ന് കസേരയിൽ പിടിച്ചുകൊണ്ട് നിന്നു. ആരാണിതിന് പിന്നിലെന്ന് ഉറപ്പാക്കിയോ ആദി? സുരേന്ദ്രനാഥ് റിമോട്ട് എടുത്ത് ടിവിയുടെ ശബ്ദം കുറച്ചു വെച്ചു. ഇല്ല സാർ, എങ്കിലും അതൊരു പ്ലാന്റ് അറ്റാക്ക് ആയിരുന്നു. നടന്ന സംഭവവും കപ്പേളയിലെ കൈക്കാരൻ പറഞ്ഞതും അവൻ വിവരിച്ചു. സുരേന്ദ്രനാഥ് ചിന്തിച്ചിരുന്നു. പഴയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ മനസ്സിൽ സംശയമുള്ള കുറേ മുഖങ്ങൾ തെളിഞ്ഞു. അതുപോട്ടെ, ആദ്യ തിരക്കി. പരശുറാം സാർ വന്നില്ലേ? ഇല്ല. ജയന്തനും രവിശങ്കറുമോ? ജയന്തൻ നിരാഹാരം കഴിഞ്ഞു വന്ന് കുളിക്കുന്നു. രവി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അപ്പോഴേക്ക് ലുങ്കിയും ഷർട്ടും ധരിച്ച് ജയന്തൻ ഇറങ്ങി വന്നു. ആദിയുടെ അതേ പ്രായമാണ് അവന്, സുമുഖൻ. അല്ല, ആദിയോ? വിവരങ്ങളൊക്കെ അപ്പോൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആട്ടെ, ഇന്നത്തെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തോ? അവന് അതറിയാനായിരുന്നു തിടുക്കം. എങ്ങനെയുണ്ടായിരുന്നു? ജനപ്രളയമെന്ന് പറയാറില്ലേ, അത് തന്നെ. ആദ്യം എഴുന്നേറ്റു. നീ ആഹാരം കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഇപ്പോൾ ഇതൊരു പതിവായതുകൊണ്ട് എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി. പകൽ മുഴുവൻ നിരാഹാരം, രാത്രി തീറ്റ. ജൂവൽ കളിയാക്കി. മറ്റുള്ളവർ ചിരിച്ചു. പെണ്ണേ, നീ മേടിക്കരുത് കേട്ടോ. ജയന്തൻ ഗൗരവത്തിലായിരുന്നു. ഓ പിന്നെ. അവൾ ആദ്യെ കൂടി നോക്കി ഒന്ന് കണ്ണിറുക്കി. ജയന്തൻ അത് കണ്ടു. എനിക്കൊന്നും അറിയത്തില്ലേ എന്ന ഭാവത്തിൽ ആദ്യ മുഖം തിരിച്ചു. നീ വന്നേടാ. ജയന്തൻ അവനെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോയി. വിശാലമായ മുറി. ചുവരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രം തൂക്കിയിരുന്നു. എങ്ങനെയാടാ നിനക്ക് അപകടമുണ്ടായത്? കിടക്കയിൽ ആദിയെ തൊട്ടരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ജയന്തൻ ചോദിച്ചു. ആദി അതെല്ലാം വിശദീകരിച്ചു. നീ സൂക്ഷിക്കണം. ജയന്തൻ മുന്നറിയിപ്പ് കൊടുത്തു. അതിനേക്കാൾ സൂക്ഷിക്കേണ്ടത് നീയാ. അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്, ആദി പറഞ്ഞു. ജയന്തൻ്റെ കണ്ണുകൾ കുറുകി. എന്താടാ? എങ്ങനെ അറിഞ്ഞെന്നൊന്നും നീ എന്നോട് ചോദിക്കരുത്. ആരുടെയോ ടാർജറ്റ് നീയാണ്. ജയന്തന് കാര്യം പിടികിട്ടിയില്ല. നീ തെളിച്ചു പറ. അതൊന്നും പറ്റില്ല. എനിക്കും ഇത്രയേ അറിയൂ. എവിടെയോ ഒരപകടം പതിയിരിക്കുന്നു. ശത്രുക്കൾ ചുറ്റുമുണ്ടെന്ന് എനിക്കും അറിയാമടാ. ജയന്തൻ ആദിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു. അതിൽ തീ പിടിപ്പിച്ച് പുകയൂതിക്കൊണ്ട് അവൻ പറഞ്ഞു. കൂടെയുള്ളവരിൽ തന്നെ എത്ര പേർക്ക് നാടിനോട് കൂറുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ടെടുക്കില്ല. ഒരു തീരുമാനമുണ്ടാകണം. അതിനു പകൽ മാത്രമുള്ള ഈ നിരാഹാരം മതിയാകുമെന്ന് തോന്നുന്നില്ല. അനിശ്ചിതകാല നിരാഹാരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതേക്കുറിച്ച് ആലോചിക്കാൻ അടുത്ത ദിവസം തന്നെ സമരസമിതിയുടെ കമ്മിറ്റി കൂടുന്നുണ്ട്. ആവേശത്തോടെയാണ് ജയന്തൻ പറയുന്നത്. ഡാമിനെക്കുറിച്ച് കൃത്യമായ തീരുമാനമുണ്ടാകണം. അത് പൊട്ടിപ്പൊളിഞ്ഞൊഴുകി ഉറക്കത്തിൽ ചത്തടിയുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്നു മരിക്കുന്നതാ. എന്നെ സമരത്തിലേക്ക് വലിച്ചുവെച്ച രാഷ്ട്രീയക്കാർ പോലും ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുകയാ. അതാ എൻ്റെ ദുഃഖം. ആദി ജയന്തൻ്റെ തോളിൽ കൈവച്ചു. പക്ഷേ നിന്റെ സമരം ആർക്കൊക്കെയോ ചെന്ന് കൊള്ളുന്നുണ്ടടാ. അതെനിക്കറിയാം. നിന്നെ പിന്തിരിപ്പിക്കാൻ അവർ സകല അടവും പയറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സൂക്ഷിക്കണമെന്ന്. എന്തിനും നിന്റെ കൂടെ ഞാനുണ്ട്, നിരാഹാരം ഒഴികെ. കുറേ നേരം കൂടി അവർ സംസാരിച്ചിരുന്നു. വാതിൽക്കൽ ജുവലെത്തി. ഇതുവരെ പറഞ്ഞു കഴിഞ്ഞില്ലേ രണ്ടാളും? ദേ മമ്മി വിളിക്കുന്നു ചോറുണ്ണാൻ, അവൾ അറിയിച്ചു. എനിക്ക് വേണ്ടടാ, നീ കഴിച്ചോ. ജീപ്പിൽ ലിജോയും സാജനുമുണ്ട്. ആദ്യം എഴുന്നേറ്റു. ഇത്തിരി കഴിച്ചിട്ട് പോടാ, ജയന്തൻ നിർബന്ധിച്ചു. ഇന്ന് വേണ്ട. സിറ്റിംഗ് റൂമിലെത്തിയ ആദി എല്ലാവരോടും യാത്ര പറഞ്ഞു. ജുവൽ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു. ആദി ചെന്ന് ജീപ്പിൽ കയറി. അത് ഗേറ്റ് കടക്കുമ്പോൾ ഇരുളിൻ്റെ മറവിൽ തേയിലത്തോട്ടത്തിൽ നിന്ന് ഒരാൾ സെൽഫോൺ ഡയൽ ചെയ്ത് അടക്കിയ ശബ്ദത്തിൽ അറിയിച്ചു. അവൻ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. കഥ തുടരും.